السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله العظيم. പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പടച്ചനാഥൻ നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് മഹാരഥന്മാരും സാംസ്കാരിക നായകന്മാരും കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇന്നും തുല്യതയില്ലാത്ത, പകരം വെക്കാൻ ഒരാളുമില്ലാത്ത, ലോകത്തെ മുഴുവൻ സത്യവിശ്വാസികളും സ്നേഹിക്കുന്ന, അദമ്യമായി അവിടുത്തെ ചര്യകൾ അനുധാവനം ചെയ്യുന്ന ഒരേ ഒരു ആചാര്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ ജീവിതവും അവിടുത്തെ പ്രവർത്തനങ്ങളും, എന്തിനേറെ അവിടുത്തെ ഉറക്കവും അവിടുത്തെ ചലനങ്ങളും അക്ഷരാർത്ഥത്തിൽ ഒപ്പിയെടുത്തവരായിരുന്നു. മാതൃകാ ജീവിതം നയിച്ചവരായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത്. അവരുടെ സ്വന്തം ജീവനേക്കാളേറെ, സ്വന്തം മാതാപിതാക്കളെയും കുടുംബ ബന്ധുമിത്രാദികളെക്കാളേറെ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നു. അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു ആ പ്രവാചകനെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പ്രവാചകന്റെ ആ പുണ്യ ശരീരം മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ കണ്ടനാടം ഇടറിക്കൊണ്ട്, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവിടുത്തെ അനുചരന്മാർ അവരുടെ പ്രയാസങ്ങളെയും അവരുടെ സങ്കടങ്ങളെയും അടക്കി ഒതുക്കിയിരുന്നു.
ഒരു ളുഹറിന്റെ സമയമായിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ളുഹറിന്റെ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി മസ്ജിദുൻ നബവിയിലേക്ക് കയറി ബാങ്ക് വിളിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന് സാധാരണ രൂപത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം പറയേണ്ടതും ആ മഹാനുഭാവന്റെ കണ്ടമിടറി ബോധരഹിതനായി താഴെ വീണു. പിന്നീട് ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രവാചകനില്ലാത്ത മദീനയിൽ അവിടത്തെയുടെ നാമം പറയുമ്പോൾ എന്റെ കണ്ടമിടറി പോവുകയാണ്, എനിക്കതിനാവുകയില്ല എന്ന് പറഞ്ഞ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അതിൽ നിന്നും മാറിപ്പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പ്രവാചകനില്ലാത്ത ആ മദീനയിൽ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി. കുറെ കാലം കഴിഞ്ഞ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി വന്നപ്പോൾ അവിടുത്തെ അനുചരന്മാർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലെ അങ്ങ് ബാങ്ക് വിളിക്കണം. അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരുന്ന ആ മധുരമുള്ള ആ മുഹൂർത്തം, ആ കാലം നമുക്കൊന്ന് ആസ്വദിക്കണം. അങ്ങയുടെ ബാങ്കിന്റെ നാദം കേൾക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഓർമ്മ വരും, പ്രവാചകനെ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങ് ബാങ്ക് വിളിക്കണം, ഞങ്ങളുടെ ഉപ്പുപ്പയുടെ ആ കാലം ഞങ്ങൾക്കൊന്ന് ഓർമ്മിച്ചെടുക്കാൻ. ആ പേരമക്കൾ, പ്രവാചകന്റെ പേരമക്കൾ ബിലാലിനോട് അപേക്ഷിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ കയറി അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കേണ്ട താമസം മദീനയിൽ ഉണ്ടായിരുന്ന കച്ചവടക്കാർ അവരുടെ കച്ചവടങ്ങൾ മാറ്റിവെച്ചിട്ട് അവർ മസ്ജിദുൻ നബവിയിലേക്ക് ഓടി. അവിടെയുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അബാലവൃദ്ധം ജനങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ മധുരമായ ആ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന വിധത്തിൽ ബിലാലിന്റെ ബാങ്ക് വിളി കേട്ടപ്പോൾ മസ്ജിദുൻ നബവിയിലേക്ക് ഓടി വന്നു. അത്രത്തോളം ആ അനുചരന്മാർ ആ ആത്മീയ ആചാര്യനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടിരുന്നു. അവിടുത്തെ ചര്യകൾ അവർ ജീവിതത്തിൽ ഒപ്പിയെടുത്തിരുന്നു. അവർ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ആ പ്രവാചക മാതൃക പിന്തുടർന്നു ജീവിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളോടാണ്, അങ്ങയോടാണ് പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, താങ്കളുടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല, താങ്കളുടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല ഉമറേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരനെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വന്തം ശരീരത്തെക്കാളും കുടുംബത്തെക്കാളും കച്ചവടത്തെക്കാളും മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തെക്കാളേറെ അങ്ങയെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അങ്ങയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവിടുത്തെ സ്വഹാബത്തിന്റെ ചരിത്രം ചരിത്രകാരന്മാർ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ യുദ്ധരംഗങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ സ്വന്തം നെഞ്ചകം കാട്ടിക്കൊണ്ട് പ്രവാചകന്റെ ശരീരത്തൊരു മുള്ളു തറക്കുന്നത് പോലും
അവരുടെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാളേറെ സ്നേഹിച്ചവരായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ. അവിടുത്തെയുടെ സ്നേഹം, അവിടുത്തെയുടെ ആ പ്രവാചകനോടുള്ള ഇഷ്ടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന തൗഹീദിന്റെ പ്രഖ്യാപനത്തോടായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടികളുടെയും മുന്നിൽ സുജൂദ് ചെയ്യുകയില്ല. ആ റബ്ബിനെയാണ് വണങ്ങിയിരുന്നത്. അവിടുത്തെയുടെ വിശ്വാസം, അവിടുത്തെയുടെ കർമ്മങ്ങൾ, അവിടുത്തെയുടെ പ്രാർത്ഥനകൾ, അവിടുന്ന് എങ്ങനെയായിരുന്നു പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്, പ്രഭാതത്തിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്, ബാത്റൂമിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ ഏത് കാല് വെച്ചുകൊണ്ടാണ് ബാത്റൂമിലേക്ക് പോകുന്നത്, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഏത് കാല് വെച്ച് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയായിരുന്നു, എത്ര വിരലുകൾ കൊണ്ടാണ്, എന്തു പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനക്കങ്ങളും അടക്കങ്ങളും ആ സ്വഹാബത്ത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുകയും അതനുധാവനം ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ. വിശുദ്ധ ഖുർആനിന്റെ മഹാനോദാഹരണമായിരുന്ന പ്രവാചകന്റെ സഹാബികൾ. അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, കുല്ലു ഉമ്മത്തിൻ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ സമുദായത്തിൽ നിന്നുള്ള എല്ലാ മനുഷ്യരും, എല്ലാ വിശ്വാസികളും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇല്ലാ മൻ അബാ, എന്റെ ചര്യകളിൽ വിസമ്മതം പ്രവർത്തിച്ചവർ ഒഴികെ. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ അവിടത്തെയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അവിടത്തെ ചര്യയോട് വിസമ്മതം പ്രകടിപ്പിക്കുന്നവർ അവരാരാണ് പ്രവാചകരെ? അള്ളാഹുവിന്റെ റസൂൽ അവരെ ഓർമ്മപ്പെടുത്തി, മൻ അതാഅനി ഫദ്ഖുലുൽ ജന്ന, ഞാൻ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിനെയും എന്റെ ചര്യകളെയും ആരൊരുവർ സ്വീകരിക്കുന്നുണ്ടോ അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഒമൻ അസ്വാനി, എന്നോട് എതിര് പ്രവർത്തിക്കുന്നവർ, എന്റെ ചര്യകളോടും എന്റെ മാതൃകകളോടും വിസമ്മതം പ്രകടിപ്പിക്കുന്നവർ, അവരാണ് എന്നെ വിസമ്മതിച്ചവർ, അവരാണ് നരകാഗ്നിയിലേക്ക് ആണ്ടുപോകുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. സൂറ ആലി ഇമ്രാനിന്റെ 31-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, ഖുൽ പ്രഖ്യാപിക്കുക പ്രവാചകരെ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയിൽ മാത്രം വിശ്വസിച്ചാൽ ഒരു മനുഷ്യൻ മുഅ്മിനാവുകയില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നൊരു വിശ്വാസി അയാളുടെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിക്കുമ്പോഴാണ് ഒരു വിശ്വാസി പൂർണ്ണമായ മുഅ്മിനാകുന്നത്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഫർളാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വലാത്ത്. ഉപരിലോകത്തേക്ക് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ പടച്ചനാഥനിലേക്ക് ഉയരണമെങ്കിൽ ആ പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത്, ആ പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അനിവാര്യമാണ്. നമസ്കാരത്തിന്റെ ഫർളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ഫത്തബിഊനി, ആ പ്രവാചകനെ നാം പിൻപറ്റണം. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും.
വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും അവൻ കരുണാനിധിയുമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്നേഹം ഒരു മാസം, ഏതെങ്കിലും വർഷത്തിൽ ഒരു മാസക്കാലമുള്ള സ്നേഹമല്ല, ഏതെങ്കിലും ചില ദിവസങ്ങളിലോ ഏതെങ്കിലും ചില മാസങ്ങളിലോ ഒതുക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിന്റെ മരണം വരെയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ ചര്യകൾ പിൻപറ്റുകയും അവിടുത്തെ മാതൃകകൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതേതെങ്കിലും ചില മാസങ്ങളിലോ അതേതെങ്കിലും ചില ദിവസങ്ങളിലോ ഒതുങ്ങേണ്ടതല്ല. വർഷത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, ജീവിതാന്ത്യം വരെ, മരണം വരെയും ആ പ്രവാചകനോടുള്ള സ്നേഹവും പ്രവാചകനോടുള്ള മാതൃകയും നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ടതുണ്ട്. നമ്മുടെ മാതൃക, ലോകത്ത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് സാംസ്കാരിക നായകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ മാതൃക ആ പ്രവാചകനായിരിക്കണം. ഏതെങ്കിലും ക്രിക്കറ്റ് പ്ലെയർ അല്ല, ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. കാരുണ്യത്തോടെ, സ്നേഹത്തോടെ തന്റെ അനുചരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മുങ്ങിത്താന്നു പോയിരുന്ന ഒരു ജനതയെ മഹിതമായ ഒരു സന്ദേശത്തിലേക്കും മഹിതമായ ഒരു ജീവിത ആദർശത്തിലേക്കും അവരെ ആനയിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അക്ഷരാർത്ഥത്തിൽ സ്നേഹിക്കുകയും അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ സ്വന്തം ശരീരത്തെക്കാളേറെ അവരാ പ്രവാചകനെ സ്നേഹിക്കുകയും ചെയ്തവരായിരുന്നു റസൂലിന്റെ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നത്? ആ മാതൃകയാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. ആ ജീവിതചര്യയാണ് നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ച് കാണേണ്ടത്. പ്രവാചക സ്നേഹം മാസങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിലോ ഒതുങ്ങേണ്ടതല്ല. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ കണ്ണു തുറന്നാൽ എന്തു പറയണമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിച്ചു, എങ്ങനെയാണ് ആഹരിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിച്ചു, എങ്ങനെയാണ് മറ്റുതര സമൂഹത്തോടും മറ്റുതര സഹോദര സമുദായ അംഗങ്ങളോടും സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. ആ പ്രവാചക ചര്യയാണ് പ്രവാചകനോടുള്ള സ്നേഹം. ആ പ്രവാചകന്റെ മാതൃക, അതിലാണ് നാം നിഴലിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് നാളെ പരലോകത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസറിൽ നിന്ന് ജലപാനം ചെയ്യുമ്പോൾ ഒരു കൂട്ടം മനുഷ്യരെ ആട്ടി ഓടിക്കും. അള്ളാഹുവിന്റെ റസൂല് പറയും, ഉമ്മത്തി യാ ഉമ്മത്തി, അവരെന്റെ സമുദായമാണ്, മലക്കുകളെ അവരെ എന്നിലേക്ക് പറഞ്ഞു വിടുക. ഈ സമയം ബുഹാരി റിപ്പോർട്ട് ചെയ്തൊരു പ്രവാചക വചനമാണ്. ഈ സമയം ആ മലക്കുകൾ പ്രവാചകനെ ഓർമ്മപ്പെടുത്തും, അങ്ങയുടെ വിയോഗത്തിന് ശേഷം അങ്ങയുടെ ചര്യകളിൽ നിന്ന് വിമുഖത കാട്ടിയവരാണ്, അങ്ങയുടെ മാതൃകയിൽ നിന്ന് പിന്നോക്കം മാറിയവരാണ്. അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ മാറിപ്പോയിക്കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയും. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളും ആ പ്രവാചകൻ ഹൗദുൽ കൗസറിൽ നിന്ന് ജലപാനം ചെയ്യുമ്പോൾ ആ ഹൗദുൽ കൗസറിൽ നിന്നുള്ള ജലപാനം കുടിക്കുവാനും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പരലോകത്ത് അനന്തമായി സ്വർഗീയ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തന്ന് മാപ്പാക്കുമാറാകട്ടെ.
നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ സ്വപ്നമാണ് റഹ്മാനെ. അവരെ നീ സൽസരണിയിലും നല്ല വഴിയിലും നാഥാ നയിക്കണമേ. കൊറോണ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രയാസപ്പെടുന്നവർ, പലവിധമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അള്ളാഹുവേ, അവർക്ക് ആശ്വാസവും ശിഫയും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാനസികമായ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ആവലാതികൾ നാഥാ നിനക്കറിയാം. ഞങ്ങളുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും അള്ളാഹുവേ ശിഫാവും ആനന്ദവും സന്തോഷവും നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആ പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥാ ഞങ്ങളെ ഓരോരുത്തരെയും പെടുത്തി അനുഗ്രഹിക്കണമേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.